മതങ്ങൾക്കിടയിലുള്ളതായ അകൽച്ച കുറയ്ക്കുവാൻ, എല്ലാവരും മനുഷ്യരാണ് എന്നുള്ളതായ വലിയ ഒരു മനസ്സിൻ്റെ ഉറപ്പുണ്ടായിരുന്ന ഒരു തിരുമേനിയായിരുന്നു പോളികാർപ്പോസ് തിരുമേനി. ഇവിടെ പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ഹൈന്ദവ സഹോദരങ്ങളും ഇസ്ലാം സഹോദരങ്ങളും വിവിധ ക്രൈസ്തവ സഹോദരങ്ങളും എല്ലാം അദ്ദേഹത്തെ ഈ ചെറിയ ഒരു കാലത്തെ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ കൊണ്ട്, സേവനം കൊണ്ട്, സ്നേഹം കൊണ്ട് അദ്ദേഹം എല്ലാവരെയും ചേർത്ത് പിടിച്ചു എന്നുള്ളതാണ്. ജനകീയൻ എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു ഒരു പൂരകമാണ്, പരസ്പര പൂരകമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ തിരുമേനി. അത്ര കണ്ട് അദ്ദേഹം ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമായിരുന്നു. ഞാനൊക്കെ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ കൊച്ചു പിള്ളേരുടെ യുവാക്കളുടെയൊക്കെ തോളത്തൊക്കെ കൈയിട്ട് അങ്ങനെ നടക്കുന്നതൊക്കെ കുറച്ചൊന്ന് സൂക്ഷിക്കണം, ഒരു തിരുമേനിയാണെന്ന് ഓർമ്മയൊക്കെ വേണമെന്ന് ചിലപ്പോഴൊക്കെ തമാശയിലൊക്കെ പറയാറുണ്ട്. അപ്പോൾ തിരുമേനി പറയും, എൻ്റെ തിരുമേനി, എൻ്റെ മനസ്സങ്ങനെയാണ്, എനിക്കതിന് മാറ്റമൊന്നും വരുത്താൻ സാധിക്കില്ല. ഞാൻ തിരുമേനിയായിട്ട് തന്നെ തിരുമേനി പൊക്കോളൂ, തിരുമേനിയുടെ മനസ്സിനിണങ്ങുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്ന് പറയുകയുണ്ടായി. യേശുക്രിസ്തുവിൻ്റെ ഒരു മാനവികതയും ഒരു മാനുഷിക മുഖവും എങ്ങനെയെല്ലാം സമൂഹത്തിൽ അത് പ്രകടിപ്പിക്കണമെന്നുള്ളതിന് തിരുമേനി ഒരു ഉത്തമ ഉദാഹരണമാണ്. പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തോടുള്ള അദ്ദേഹത്തിൻ്റെ അചഞ്ചലമായ ഭക്തി, വിധേയത്വം, അതിനുവേണ്ടി മരണത്തിന് പോലും തന്നെ വിട്ടുകൊടുക്കുവാൻ അദ്ദേഹം തയ്യാറായിരുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ വിയോഗം വളരെ വേദനയുളവാക്കുന്നതും വലിയ ശൂന്യതയും ഉണ്ടാക്കിയിട്ടുണ്ട്. എത്ര ചെറുപ്പത്തിലാണ് അദ്ദേഹം നമ്മിൽ നിന്നുമൊക്കെ യാത്ര പറഞ്ഞ് വിട പറഞ്ഞു പോയത്. നിശ്ചയമായിട്ടും തിരുമേനി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തിരുമേനിയുടെ സഹോദരങ്ങളും കുടുംബാംഗങ്ങളും അതുപോലെ തന്നെ തിരുമേനിയോടൊപ്പം ഏത് കാലത്തും കൂടെ ഉണ്ടായിരുന്ന ഒരു പ്രിയപ്പെട്ട മകനാണ് എത്രയും പ്രിയപ്പെട്ട എൽദോസ് വേങ്കടത്തച്ഛൻ. അദ്ദേഹം എല്ലാ വർഷവും ഈ ഓർമ്മയ്ക്ക് അദ്ദേഹം ഇംഗ്ലണ്ടിൽ നിന്ന് ഇവിടെ വന്ന് ഈ പെരുന്നാളിൽ സംബന്ധിക്കും. തിരുമേനിയുടെ സഹോദരങ്ങളും അതുപോലെ തന്നെ പ്രിയപ്പെട്ട വേങ്കടത്തച്ഛനും എന്നെ വന്ന് കാണുകയുണ്ടായി. അവരൊരു കാര്യം എന്നോട് അറിയിച്ചു. തിരുമേനി താമസിച്ചിരുന്ന മണർകാട്ടുള്ള ഒരു 4000 മുതൽ 5000 വരെ സ്ക്വയർ ഫീറ്റുള്ള ഒരു ബിൽഡിങ്ങിലാണ് തിരുമേനി താമസിച്ചിരുന്നത്. ഒരു മെത്രാപ്പൊലീത്തായുടെ അരമനയ്ക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചാപ്പലടക്കമുള്ള ഒരു സംവിധാനങ്ങൾ അതിനുണ്ട്. അവരൊരാഗ്രഹം പറഞ്ഞു. അത് സഭയ്ക്ക് കത്തോലിക്കായുടെ പൂർണ്ണ നിയന്ത്രണത്തിലും ഇഷ്ടത്തിനും കൈകാര്യം ചെയ്യുന്ന വിധത്തിൽ അത് തരുന്നതിന് വേണ്ടിയുള്ള സമ്മതം അറിയിച്ചു. ഞാനത് ഇന്ന് വൈകിട്ട് സഭയുടെ വർക്കിംഗ് കമ്മിറ്റിയുണ്ട്, വർക്കിംഗ് കമ്മിറ്റി വിഷയം വയ്ക്കും. എന്നാൽ ഇന്ന് ഇവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിവസം അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഇവിടെ വെച്ച് കൈമാറാമെന്ന് ബഹുമാനപ്പെട്ട അച്ഛനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളും എന്നോട് പറയുകയുണ്ടായി. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, അതൊരു ട്രസ്റ്റിൻ്റെ പേരിലാണ്. ആ ട്രസ്റ്റിൻ്റെ മെമ്പേഴ്സിനോടൊക്കെ ചോദിച്ചോ, നാളെ മറ്റൊരു വ്യത്യസ്തമായ അഭിപ്രായങ്ങളൊന്നും വരാൻ പാടില്ലല്ലോ. അപ്പോൾ അതിലൊരു വ്യത്യസ്ത അഭിപ്രായമൊന്നുമില്ല, എല്ലാവർക്കും അതിൽ സന്തോഷമേ ഉള്ളൂ എന്ന് അറിയിച്ചിട്ടുണ്ട്. ആ നിലയിൽ കുടുംബം ബഹുമാനപ്പെട്ട എൽദോസ് വേങ്കടത്തച്ഛനുമൊക്കെ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നതിലുള്ള സന്തോഷം നമ്മളാരും ആവശ്യപ്പെട്ടിട്ടൊന്നുമല്ല. എങ്കിൽ കൂടിയും യുക്തമായ നിലയിൽ അദ്ദേഹം താമസിച്ച ഇടം അത് പരിശുദ്ധ സഭയ്ക്ക് നൽകുന്നതിന് വേണ്ടിയുള്ള തീരുമാനം തികച്ചും പ്രോത്സാഹനജനകമാണ്. പലപ്പോഴും നമ്മുടെ സഭയിൽ തിരുമേനിമാർ ആർജിക്കുന്നത് പലപ്പോഴും അവർക്ക് കുടുംബക്കാർക്കും അതുപോലെ തന്നെ മറ്റു പലരുടെയും കൈകളിലേക്ക് ചെന്ന് ചേരുന്ന ഒരു കാഴ്ച. കാരണം ജനങ്ങളിൽ നിന്നും പണം പിരിച്ചും അവരുടെ കോൺട്രിബ്യൂഷൻസൊക്കെ സ്വീകരിച്ചുകൊണ്ടാണ് അഭിവന്യ തിരുമേനിമാർ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് എന്നേക്കുമായി സഭയ്ക്കോ ഭദ്രാസനത്തിനോ ലഭിക്കേണ്ടുന്നത് ഒരു അനിവാര്യതയുമാണ്, അത് നടപ്പാക്കേണ്ടുന്ന കാര്യവുമാണ്. ഏതായാലും ആ ദിശകളിൽ ചിന്തിച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തതിൽ ആ കുടുംബത്തിലെ സഹോദരങ്ങളെ പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകളെ ദീർഘിപ്പിക്കുന്നില്ല. സൃഷ്ടഭാവ തിരുമനസ്സിലെ അനുവാദത്തോടെ അഭിവന്യ തിരുമനസ്സുകൊണ്ട് ആർജിച്ച അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു മണർകാടുള്ള
മൗണ്ട് ഒലിവ് അരമന. ഇപ്പോൾ അത് ശ്രേഷ്ഠഭാവ തിരുമനസ്സിന് ഞങ്ങളുടെ പൂർണ്ണ സമ്മതത്തോടെ അഭിനന്ദ തിരുമനസ്സുകൊണ്ട് എപ്പോഴും പറയുമായിരുന്നു, ഞാൻ നേടുന്നതെല്ലാം സഭയ്ക്കുള്ളതാണ്, അത് സഭയിലേക്ക് തന്നെ പോകണം എന്നുള്ള തിരുമേനിയുടെ ആഗ്രഹം ഇപ്പോൾ ഇവിടെ വെച്ച് നിറവേറ്റപ്പെടുകയാണ്.